ഫണീസ ലൈഫിൽ കഴിച്ചിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 5 വക്ത് നിസ്കാരം അത് കറക്റ്റായിട്ട് കളാക്കാതെ നിസ്കരിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യം പറഞ്ഞു. ഒരാളെ മുന്നിലേക്കും നമ്മളാവശ്യത്തിനും വേണ്ടി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരും. നമ്മളൊരു കാര്യത്തിനും വേണ്ടി നമ്മളിനിയിപ്പോൾ എത്ര കുടുങ്ങിയായിക്കോട്ടെ, എവിടെ കുടുങ്ങിയാലും പഠിച്ചോ എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടായി. അപ്പോൾ ആ ഒരു നിസ്കാരം ഉണ്ടല്ലോ, അത് 5 നേരം കറക്റ്റായിട്ട് ഒരു മിനിറ്റ് പയക്കാതെ ജമാഅത്താണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളൂ. ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിങ്ങൾ കുടുങ്ങും. ഇനി അതല്ല, ഈ നിസ്കാരം കൃത്യതയില്ലാത്തവരോട് ഞാൻ പറഞ്ഞുതരാം, ലൈഫിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആകെ കിടന്നിങ്ങനെ വിരകിക്കൊണ്ടേക്കാരം. അവിടെയും ഇവിടെയും കുറേ അവിടെ തൊട്ട് കുറേ ഇവിടെ തൊട്ട് ഒന്നും ആവാതെ കിടക്കുന്ന കോലത്തിലേക്കാണ്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, 5 വക്ത് നിസ്കാരം സുബൈ തൊട്ട് കളാതെ നിസ്കരിച്ച് നോക്കി, ജീവിതം കഴിച്ചിലാവും. 100% ഉറപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എത്ര സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ ഏത് നിലയിലെത്തിയിട്ടും കാര്യമില്ല. നമ്മളെ ജീവിതം നമ്മളെ കൈക്കുണ്ടാവില്ല. മറ്റേത് കിട്ടുന്നത് 10 റുപ്യ ആണെങ്കിലും അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. ഓക്കെ, ട്രൈ ചെയ്തോളൂ, ഒരു നഷ്ടം വരില്ല. ഓക്കെ.